നല്ലൊരു കൊറിയൻ മൂവി. ഞാൻ സാധാരണ കൊറിയൻ മൂവീസ് കാണാറില്ല. ഇന്നലെ ആദ്യമായിട്ടാണ് ഒരു കൊറിയൻ മൂവി കണ്ടത്. മെൻ ഫ്രം നോവർ. പടം 2010 റിലീസായത്. ഒരു നല്ലൊരു ആക്ഷൻ ഡ്രാമ ഇമോഷണൽ ആയിട്ടുള്ള മൂവിയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കാണാം. ഞാൻ ലിങ്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പൊ ഈ പടം 2010 റിലീസായത്. 2010 റിലീസായ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴും കണ്ടപ്പോഴും അതിന്റെ ഒരു ക്വാളിറ്റി, മേക്കിംഗ് ക്വാളിറ്റിയും ഇമോഷണൽ സീൻസും ഫൈറ്റിംഗ് സീൻസും ഒക്കെ ഭയങ്കര രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനീഷ്യൽ ആദ്യം ഒരു തുടക്കത്തിൽ ഒരു 10 മിനിറ്റ് നമുക്ക് കുറച്ച് ഇതെന്താണെന്നുള്ള ഒരു കാര്യം പിടികിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം എടുക്കും. ബട്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പടത്തിലേക്ക് ഇന്നാവും. പടം നമ്മൾ കണ്ടു മറന്നിട്ടുള്ള കുറെ പടങ്ങളുടെ കഥയൊക്കെ ആയിട്ട് സാമ്യം ഉണ്ടായിരിക്കും. പക്ഷേ ഇത് മേക്കിംഗ് സ്റ്റൈൽ, അതിലെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ പടത്തിന്റെ ഒരു കഥയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, കൊറിയയില് ഡ്രഗ് റിലേറ്റഡ്, ഡ്രഗ് യൂസും ഡ്രഗ് അബ്യൂസും അതേപോലെ തന്നെ ഡ്രഗ് പെഡലിങ്ങും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതിനുപരി ഹ്യൂമൻ ട്രാഫിക്കിങ്ങും കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ പടം ഇങ്ങനെയാണ്. എന്താ പറയാ, ഒരു ബാറില് വളരെ അലസമായിട്ട് ജീവിക്കുന്ന ഒരു ബാർ ഡാൻസർ ആയിട്ടുള്ള ഒരു ലേഡി, എന്താ പറയാ, കുറച്ച് ഹൈ ക്വാളിറ്റി മയക്കുമരുന്ന് അവള് കയ്യിൽ വെക്കുന്നു. അവള് ബോയ് ഫ്രണ്ടുമായിട്ട് അത് കൈക്കലാക്കുന്നു. അപ്പൊ അതൊരു വലിയൊരു ടീമിന്റെ അടുത്ത് ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ്, ഭയങ്കര അധികം എമൗണ്ട് വരുന്നതാണ്, അവർക്ക് സെറ്റിൽ ആവാൻ പറ്റുന്ന ഒരു എമൗണ്ട് വരുന്നതാണ്. അപ്പൊ ഇത് അവരെടുക്കുന്നു, അവരുടെ ലൈഫ് ബാക്ക്ഗ്രൗണ്ട് എല്ലാം കാണിക്കുന്നു. അപ്പൊ ഈ പുള്ളിക്കാരത്തേക്ക് ഒരു മോളുണ്ട്, ചെറിയ മോളുണ്ട്. അപ്പൊ എന്താ പറയാ, എപ്പോഴും അവഗണനകളും ഭയങ്കര ഇമോഷണൽ ഇമ്പാക്റ്റ് ഒക്കെ ആ കുട്ടിയിൽ ഉണ്ട്. കാരണം ഭയങ്കര ഒരു ചൈൽഡിഷ് ട്രോമ, ഭയങ്കര കൈൻഡ് ഓഫ് ഇമോഷണൽ ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടി അമ്മ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അമ്മ ഈ കുട്ടീനെ അധികം ശ്രദ്ധിക്കുന്നില്ല, വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ കുട്ടി എന്താ പറയാ, ചെറുതായിട്ട് മോഷണങ്ങളും അതേപോലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു. അപ്പൊ അവിടെ തന്നെ അവരുടെ ഫ്ലാറ്റില് ആ ബിൽഡിങ്ങിൽ തന്നെ വേറൊരാൾ താമസിക്കുന്നുണ്ട്. വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. ആ വ്യക്തിയെ കുറിച്ച് ആർക്കും അധികം അറിയില്ല. ഈ പുള്ളിക്കാരന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, സാധനങ്ങള്, അതായത് ഇനി ക്യാമറ കൈൻഡ് ഓഫ് തിങ്സ്, ഗോൾഡ്, അതേപോലെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പണയത്തിന് എടുത്തിട്ട് അതിന് പൈസ കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് ഈ പുള്ളി പോകുന്നത്. പക്ഷെ ഈ പുള്ളിക്ക് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. പുള്ളി ഒരു ഏജന്റ് ആണോ, അതോ ഒരു മാഫിയ ലീഡർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു മാഫിയ ഗ്യാങ് മെമ്പർ ആയിരുന്നു, അങ്ങനെയൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നെ അത് റിവീൽ ചെയ്യുന്നുണ്ട്. അത് ഞാനിവിടെ പറയുന്നില്ല. നിങ്ങൾ പടം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു എന്താ പറയാ, അത് ഞാൻ അതിന്റെ ഒരു സസ്പെൻസ് പൊളിക്കുന്ന പോലെയും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോ പുള്ളി ഇവരായിട്ട് കണക്ട് ആവാണ്, ആ മോളായിട്ട് കണക്ട് ആവാണ്, ഒരു ഇമോഷണൽ കണക്റ്റീവരാണ് പുള്ളിക്ക്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ട ആഹാരങ്ങൾ കൊടുക്കുന്നു, ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുവാണ്. അപ്പൊ സഡൻലി ഈ പെണ്ണ് നല്ല ഡ്രഗ് അഡിക്റ്റ് ആണ്, ഈ ലേഡി നല്ല ഡ്രഗ് അഡിക്റ്റ് ആണ്. അതുപോലെ തന്നെ മയക്കുമരുന്ന് പുള്ളി മോഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു മാഫിയ അവിടെയുണ്ട്. ആ മാഫിയ ഈ പെണ്ണിനെ ടോർച്ചർ ചെയ്യുന്നതും അതുപോലെ തന്നെ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്ത് ഈ സാധനങ്ങൾ തിരിച്ചു പിടിക്കുന്നതൊക്കെയാണ് കഥ. അത് കൂടാതെ ഇത് തിരിച്ചു പിടിച്ചതിന് ശേഷം ഈ പെണ്ണിനും അതുപോലെ തന്നെ കുട്ടിയെയും കൂടിയിട്ടാണ് ഇവർ കിഡ്നാപ്പ് ചെയ്യുന്നത്. കിഡ്നാപ്പ് ചെയ്യുമ്പോൾ ഈ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി ഇവൻ അതിനകത്ത് ഇൻവോൾവ് ആവും. രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, ഇവര് സാധനം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഇവന് പണയമായിട്ട് കൊടുത്തൊരു സാധനത്തിന്റെ ഉള്ളിലാണ്. അപ്പോൾ അങ്ങനെ ഇവൻ അതിനകത്ത് ഇൻവോൾവ് ആവും. അപ്പൊ ഇവന് ടാലന്റ് ഉണ്ട്, മാർഷൽ ആർട്സ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് എന്നവർ മനസ്സിലാക്കിയിട്ട് ഇവനെ കൊണ്ട് ചെറിയ ചെറിയ ടാസ്ക് ഈ മാഫിയ ഈ കുട്ടീനെ തരാം, അല്ലെങ്കിൽ ഇവരെ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇവൻ ആ കുട്ടിയിലേക്ക് എങ്ങനെ എത്തുന്നു, ആ കുട്ടീനെ രക്ഷിക്കോ അല്ലെങ്കിൽ അത് എന്താവും എന്നുള്ളതാണ് ഈ കഥ മൊത്തത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് വളരെ എന്താ പറയാ, കംപ്ലീറ്റ്ലി ആക്ഷൻ പാക്ഡ് ഒന്നുമല്ല, എന്നാലും ഡെഫിനറ്റ്ലി ആക്ഷൻ പ്ലസ് ഇമോഷണൽ ഡ്രാമ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. കൈൻഡ് ഓഫ് ഒരു സ്ലോ പേസ് സ്റ്റാർട്ടിംഗ് ആണ്, ദെൻ ഇറ്റ്സ് ഗോയിങ് ടു സ്ലോലി ഭയങ്കര നല്ലൊരു എൻഗേജ്മെന്റ് ലെവലിലേക്ക് വരുന്ന ഒരു പടമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ പടം കാണുക, നല്ല വർത്ത് വാച്ചിങ് ആണ്. ഇപ്പോൾ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ഏതൊക്കെ സോഴ്സിലാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കറിയാം. അപ്പോൾ അത് കാണുക. തമ്പനെയിലിൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ കണ്ടവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നമുക്ക് അതിനെ കുറിച്ചിട്ട്
ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത ഒരു പടത്തിന്റെ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.